കഴിഞ്ഞ ദിവസം ലീനിയർ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സബ്സെറ്റുകളാണ് നമ്മൾ കണ്ടത്, എഫ് ഓഫ് എക്സും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 6.10 നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് 6.11. ഷോ ദാറ്റ് ദ മാപ്പിംഗ് എഫ് ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ ഈസ് ലീനിയർ. For each subspace x of r square, describe f of x and f inverse of x. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ലീനിയർ ആണെന്ന് കാണിക്കാനുള്ളതാണ്. അതുപോലെ അതിൻ്റെ സബ്സ്പേസുകൾ ആർ സ്ക്വയറിന് 3 രീതിയിലുള്ള സബ്സ്പേസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ സബ്സ്പേസുകൾക്ക് എഫ് ഓഫ് എക്സും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും ഡിസ്ക്രൈബും ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. നമുക്കിപ്പം 6.12 നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ബി ലീനിയർ if x is a subspace of V and y is a subspace of W. Prove that f of x intersection f inverse of y is equal to f of x intersection y, and deduce that f of x subset of y if and only if x subset of f inverse of y. Okay, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. Given that f is a linear map from V to W, where x is a subset of V and y is a subset of W. ഓക്കെ, നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്സെറ്റ് ടു ഈച്ച് അതർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിൻ്റെ അകത്ത് നിന്ന് ഒരു എലമെൻറ്റ് y എടുക്കുന്നു. ദാറ്റ് ഈസ് ലെറ്റ് y ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് y. ഓക്കെ, ഓക്കെ, y belongs to f of this set ആണ്. therefore നമുക്ക് y എങ്ങനെ എഴുതാം? y is equal to f of x where x belongs to this set, that is x intersection f inverse of y. okay, then x belongs to x intersection f inverse of y, which implies x belongs to x and x belongs to f inverse of y. okay, then x belongs to f inverse of y implies എന്താണ്? f of x belongs to y, which implies f of x എന്തായിട്ട് നമ്മൾ എടുത്തേ? y ആയിട്ടാണല്ലോ എടുത്തത്. അപ്പം f of xന് പകരം y കൊടുക്കുന്നു. ദാറ്റ് ഈസ് y belongs to y. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൺസിഡർ ചെയ്യുക y is equal to f of x and x belongs to x ആണ്. ഓക്കെ, y is equal to f of x and x belongs to x ആണ്. അപ്പം y എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? f of xലെ എലമെൻ്റ് ആയിരിക്കും. ഡയറക്റ്റ് ഇമേജ് ഓഫ് x അണ്ടർ എഫിലെ എലമെൻ്റ് ആയിരിക്കും y. കാരണം x ബിലോങ്സ് ടു x ആണ്, അതുപോലെ y ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. therefore y ബിലോങ്സ് ടു എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ഓക്കെ, എന്താണ് 1ഉം 2ഉം നോക്കിയേ? y ബിലോങ്സ് ടു y ആൻഡ് y ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ദെൻ y ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ y. ഓക്കെ, എന്താണ് നമുക്ക് അതല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടേ? y ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിൻ്റെ അകത്ത് നമ്മൾ y എടുത്തു. അപ്പോൾ അത് റൈറ്റ് സൈഡിലുള്ള എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലുണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റി. therefore ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ y. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. therefore നമ്മൾ റൈറ്റ് സൈഡിലുള്ള സെറ്റിൽ നിന്ന് ഒരു y എടുക്കുന്നു. ദാറ്റ് ഈസ് നൗ ലെറ്റ് y ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ y, then which implies y belongs to f of x and y belongs to y. ഓക്കെ, y belongs to f of x ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? y is equal to f of x for some x belongs to x. ഓക്കെ, y is equal to f of x and y belongs to y, which implies x belongs to f inverse of y. നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഇമേജിൻ്റെ സെറ്റ് നമ്മൾ പഠിച്ചില്ല, അതിൻ്റെ ഡെഫിനിഷൻ ഓർത്താൽ മതി. y ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, അതുപോലെ y ബിലോങ്സ് ടു വൈ ആണ്. therefore എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് വൈയിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ എക്സ് ബിലോങ്സ് ടു എക്സ് നമുക്കുണ്ട്, അതുപോലെ എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എക്സിലും ഉണ്ട്, എഫ് ഇൻവേഴ്സ് വൈയിലും ഉണ്ട്. therefore അതിൻ്റെ ഇൻ്റർസെക്ഷനകത്ത് കാണും. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഓക്കെ, ദാറ്റ് ഈസ്
ദാറ്റ് ഈസ് y ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് വെയർ എക്സ് ബിലോങ്സ് ടു എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഇത്രയും നമുക്ക് കിട്ടി. y ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് നമുക്കിവിടെ കിട്ടിയായിരുന്നു. അവിടെ എക്സ് എവിടുത്തെ എലമെൻ്റ് ആണെന്ന് കിട്ടി? എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈയിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? y ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഓക്കെ, y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ്. ദെയർഫോർ y എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എഫ് ഓഫ് ആണ് എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഓക്കെ, ഈ എക്സ് ഈ അകത്ത് എഫിൻ്റെ അകത്ത് കിടക്കുന്ന എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈയിലെ എലമെൻ്റ് ആയതുകൊണ്ട് y എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ അണ്ടർ എഫിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കതല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന സെറ്റ് ഇതല്ലായിരുന്നോ? എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആയിരുന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന സെറ്റ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലെ സെറ്റിൽ നിന്ന് ഒരു y എടുത്തപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലുണ്ടെന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ടു സെറ്റ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു കാര്യം ഡെഡ്യൂസ് ചെയ്യാൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ ഇഫ് ആൻഡ് ഉള്ളി ഇഫ് എക്സ് സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇത് അസ്യൂം ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം എഫ് ഓഫ് എക്സ് വൈയുടെ സബ്സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആ സബ്സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ദിസ് സ്റ്റാർ ഇംപ്ലൈസ്. ഓക്കെ, നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത ആ സ്റ്റെപ്പിൻ്റെ അകത്തെ റൈറ്റ് സൈഡ് ആണല്ലോ ഇപ്പോൾ ഇവിടെ കിട്ടിയത്. അതായത് എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് കിട്ടി. ദെയർഫോർ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ എന്ത് എഴുതിയാൽ മതി? എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ സ്റ്റാർ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഇക്വൽ ടു ഇപ്പം കിട്ടിയ ഇത് എഴുതുന്നു എഫ് ഓഫ് എക്സ്. സിൻസ് ഇതും സെയിം ആണ്, അപ്പോൾ അവിടെ നമ്മൾ ഇതിന് പകരം എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈയും എഫ് ഓഫ് എക്സും സെയിം ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഈ സെറ്റും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെയും എഫ് ഇൻവേഴ്സ് ഓഫ് വൈയുടെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം എക്സാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയില്ല. അതല്ലാതെ പ്രൂവ് ചെയ്യേണ്ടത് എക്സ് സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചും വേണം. ഈഫ് ആൻഡ് ഉള്ളി ഈഫ് ആണ്. അപ്പോൾ തിരിച്ച് ഇത് ആദ്യം അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എക്സ് സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇനി അങ്ങോട്ട് ഇംപ്ലിക്കേഷൻസ് വരും. ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഇൻ്റർസെക്ഷൻ എക്സ് ആയിരിക്കും. എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇക്വേഷൻ സ്റ്റാറിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എക്സ് ആയതുകൊണ്ട് ഓക്കെ, നമ്മുടെ സ്റ്റാറിൻ്റെ അകത്തെ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈയുടെ അകത്ത് ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാർ അനുസരിച്ച് ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ്. എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ്. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്തായി? എഫ് ഓഫ് എക്സ് ആയി. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നത് തിരിച്ച് അങ്ങോട്ട് ഇംപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചുള്ള റിസൾട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ ഈഫ് ആൻഡ് ഒൺലി ഈഫ് എക്സ് സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഓക്കെ, next of particular importance relative to any linear mapping f from V to W are the biggest
പോസിബിൾ ഡയറക്റ്റ് ഇമേജ് ആൻഡ് ദ സ്മോളസ്റ്റ് പോസിബിൾ ഇൻവേഴ്സ് ഇമേജ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ അകത്തെ ബിഗ്ഗസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് ഇമേജ് ഏതാണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ഈ ഡയറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സം എഫ് ഓഫ് എക്സിനെയായിരുന്നു നമ്മൾ ഡയറക്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് ഐനെയാണ് ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ഇമേജുകളിലെ ഏറ്റവും വലിയ സെറ്റ് ഏതാണ്? ഓക്കെ, ബിഗ്ഗസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് ഇമേജ് ഏതാണ്? അതുപോലെ ഇൻവേഴ്സ് ഇമേജുകളുടേതിനകത്തെ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ ഇൻവേഴ്സ് ഇമേജ് ഏതാണ്? അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, ദ ഫോർമർ ഈസ് എഫ് ഓഫ് ഇ. ഫോർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബിഗ്ഗസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് ഇമേജ്. അപ്പം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യുവിൻ്റെ ബിഗ്ഗസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് ഇമേജ് ഏതാണ്? എഫ് ഓഫ് വി. അതെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ദ ഇമേജ് ഓർ റേഞ്ച് ഓഫ് എഫ്. ഓക്കെ, അത് എഫിൻ്റെ ഇമേജ് അല്ലേ? എഫിൻ്റെ ഡിപ്പാച്ചർ സ്പേസ് ആണ് വി. ഓക്കെ, അതായത് എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താ? വിയിലെ എലമെൻസുകളുടെ ഇമേജസിൻ്റെ കളക്ഷൻ ആണല്ലോ എഫ് ഓഫ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എഫ് ഓഫ് വി ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് ഇമേജ്. ഡയറക്റ്റ് ഇമേജുകളിനകത്തെ ഏറ്റവും വലിയ സെറ്റ് എഫ് ഓഫ് വി ആണ്. അതിനെ എന്തെന്ന് വിളിക്കാം? ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്ന് വിളിക്കാം. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ IMF. ഓക്കെ, ഇമേജ് എഫ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്? സ്മോളസ്റ്റ് പോസിബിൾ ഇൻവേഴ്സ് ഇമേജ്. ഓക്കെ, അതെന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് 0W. ഇറ്റ് ഈസ് കോൾഡ് ദി കേർണൽ ഓർ നൾ സ്പേസ് ഓഫ് എഫ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ KERF. ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് പോസിബിൾ ഇൻവേഴ്സ് ഇമേജ് ഏതാണ്? എഫ് ഇൻവേഴ്സ് ഓഫ് സെറ്റ് 0W. ഓക്കെ, അതായത് 0W എന്താണ്? നമ്മുടെ ഡബ്ല്യുവിൻ്റെ അകത്തെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡബ്ല്യുവിൻ്റെ അകത്തെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയുടെ പ്രീ ഇമേജസുകളുടെ കളക്ഷൻ ആയിരിക്കും എന്താ? ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ ഇൻവേഴ്സ് ഇമേജ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എഫ് ഇൻവേഴ്സ് ഓഫ് 0W എന്ന് വെച്ചാൽ എന്താണ്? വിയിലെ ഏതൊക്കെ എലമെൻസ് ആണ് ഡബ്ല്യുവിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്? ഓക്കെ, വിയിലെ ഏതൊക്കെ എലമെൻസ് ആണ് ഡബ്ല്യുവിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്? അങ്ങനെയുള്ള എലമെൻസുകളുടെ കളക്ഷൻ ആയിരിക്കും ഏറ്റവും ചെറിയ പോസിബിൾ ഇൻവേഴ്സ് ഇമേജ്. ഓക്കെ, അതിനെ വിളിക്കുന്ന ഒരു പേരാണ് കേർണൽ അല്ലെങ്കിൽ നൾ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ KERF. ഓക്കെ, നമുക്കതിനെ ഒന്ന് ഫിഗറായിട്ട് നോക്കുവാണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡ് കൊടുക്കുന്ന ഇത് വി, ഇത് W. എഫ് ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു W. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് വി, ഇമേജ് ഓഫ് എഫ് ആണ് ഏറ്റവും വലിയ ഡയറക്റ്റ് ഇമേജ്. ഓക്കെ, അതായത് ഈ ഫുൾ വി എന്ന് പറയുന്നത് ഇത് ഫുള്ളാണ്. ഈ ഫുൾ വിയുടെ ഇമേജ് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പോസിബിൾ ഡയറക്റ്റ് ഇമേജ്. ഓക്കെ, അതായിരിക്കും ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫുൾ ഇമേജ് എടുക്കുമ്പം ഈ W ഫുൾ വരണം നിർബന്ധമില്ല. ഓക്കെ, നമുക്കറിയാം ഓൺ ടു ഫങ്ഷൻസ് ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. ഓൺ ടു ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇമേജ് ഫുൾ W ആകുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൺ ടു അല്ലാത്ത കേസിൽ ആ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബ്ല്യുവിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സബ്സെറ്റ് ആയിരിക്കും ഏറ്റവും വലിയ ഡയറക്റ്റ് ഇമേജ്. ഓക്കെ, ഇനി എന്താണ് ഏറ്റവും ചെറിയ ഇൻവേഴ്സ് ഇമേജ് ഏതാണ്? ഇവിടുത്തെ 0 ഉണ്ടല്ലോ, ഡബ്ല്യുവിൻ്റെ അകത്തെ 0 ഉണ്ടല്ലോ, ആ 0യുടെ പ്രീ ഇമേജുകൾ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഏതൊക്കെ എലമെൻസ് ആണ് റൈറ്റ് സൈഡിലെ ഡബ്ല്യുവിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അതായിരിക്കും ഇവിടുത്തെ കേർണൽ. അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനെ നമ്മൾ കേർണൽ ഓഫ് എഫ് എന്ന് വിളിക്കും. ഓക്കെ, കേർണൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതൊരു ഇമ്പോർട്ടൻറ്റ് സബ്സെറ്റാണ്. കേർണൽ എന്ന് വെച്ചാൽ എന്താണ്? വിയിലെ ഏതൊക്കെ എലമെൻസ് ആണ് ഡബ്ല്യുവിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കേർണൽ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ റേഞ്ചും കേർണലും എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ 6.4. കൺസിഡർ ദ ith പ്രൊജക്ഷൻ PRI ഫ്രം Rn to R. ഓക്കെ, പ്രൊജക്ഷൻ നമ്മൾ കണ്ടായിരുന്നു. ith പ്രൊജക്ഷൻ എന്തായിരുന്നു? PRI ഓഫ് x1 x2 etc. xn = xi. അതായത് ഒരു n ട്യൂപ്പിളിനെ അതിൻ്റെ ith കോർഡിനേറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായിരുന്നു പ്രൊജക്ഷൻ
ഓപ്പറേഷൻ. ഓക്കെ, അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഞ്ചും കേണലും എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. The image of PRI projection I is therefore the whole of R. ഓക്കെ, അങ്ങനെ R എന്ന് വന്നേ. ഇമേജ് എന്താണ്? ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ. എഫിന് പകരം ഇവിടെ PRI വരും. ഓക്കെ, ഇമേജ് ഓഫ് PRI എന്ന് പറയുന്നത് എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ PRI ഓഫ് x1 x2 എക്സെട്ര xn. ഓക്കെ, അതെന്താണ്? PRI ഓഫ് x1 x2 എക്സെട്ര xn എന്താണ്? xi ആണ്. xi സച്ച് ദാറ്റ് xi ബിലോങ്സ് ടു R. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ Rnൽ നിന്നാണ്. therefore അവിടുത്തെxiകൾ ബിലോങ്സ് ടു R ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ വരുന്ന ഇമേജസിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ith കോർഡിനേറ്റിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ith കോർഡിനേറ്റ് xi. ആ xi എന്ന് പറയുന്നത് എന്താകാം? ഏത് റിയൽ നമ്പർ വേണേലും ആകാമല്ലോ. ഓക്കെ, ആ xi എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണേലും ആകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇമേജ് സെറ്റ് എന്തായിരിക്കും? ഫുൾ R ആയിരിക്കും. ഓക്കെ, നമ്മൾ Rnലെ ഓരോ n ട്യൂപ്പിൾസും എടുക്കുമ്പോൾ എന്താ അവിടുത്തെ ആ xiകൾ എന്ത് ith കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ വേണേലും ആകാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ ഇമേജ് എന്തായിരിക്കും? ഇമേജ് ഓഫ് പ്രൊജക്ഷൻ ith പ്രൊജക്ഷൻ എന്തായിരിക്കും? R ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം? കേണൽ കണ്ടുപിടിക്കണം. ഓക്കെ, കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേണൽ ഓഫ് PRI ഇസ് ദി കളക്ഷൻ ഓഫ് ഓൾ n ട്യൂപ്പിൾസ് x1 x2 എക്സെട്ര xn സച്ച് ദാറ്റ് ith പ്രൊജക്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn ഈസ് ഈക്വൽ ടു 0. എന്താണ്? റൈറ്റ് സൈഡിലുള്ള, അതായത് ആറിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന Rnലെ എലമെൻസിൻ്റെ കളക്ഷനെയാണ് കേണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ x1 x2 എക്സെട്ര xn സച്ച് ദാറ്റ് പ്രൊജക്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? xi. ഓക്കെ, ഇത് xi ആണ്. xi ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അവിടെ xi 0 ആയിരിക്കണം. നമ്മുടെ ഈ n ട്യൂപ്പിൾസിൻ്റെ അകത്തെ ith കോർഡിനേറ്റ് 0 ആയിരിക്കണം. അങ്ങനെയുള്ള n ട്യൂപ്പിൾസിൻ്റെ കളക്ഷനാണ് ഇവിടുത്തെ കേണൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ കേണൽ ഓഫ് ith പ്രൊജക്ഷൻ ഈസ് ദി n ട്യൂപ്പിൾസ് ഹൂസ് ith കോമ്പോണൻറ്റ് ഈസ് 0. ക്ലിയർ ആയോ? കേണൽ ഓഫ് പ്രൊജക്ഷൻ ith പ്രൊജക്ഷൻ എന്താണ്? ഇറ്റ്സ് ദ കളക്ഷൻ ഓഫ് ഓൾ n ട്യൂപ്പിൾസ് ഹൂസ് ith കോർഡിനേറ്റ് ഈസ് 0. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ മാപ്പിൻ്റെ റേഞ്ചും അതുപോലെ അവിടുത്തെ കേണലും എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. കൺസിഡർ ദ ഡിഫറൻസിയേഷൻ മാപ്പ് D ഫ്രം Rn of x to Rn of x. Its image is the set of all polynomials of degree at most n-1. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എക്സസൈസിനകത്ത് ഏതായിരുന്നു നമ്മൾ കണ്ടില്ലായിരുന്നോ? D of Rn of x നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു. D of Rn of x ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? Rn-1 of x. അതായത് ഡിഗ്രി അറ്റ്മോസ്റ്റ് n ഉള്ള പോളിനോമിയൽസിനെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി അറ്റ്മോസ്റ്റ് n-1 ഉള്ള പോളിനോമിയൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, therefore അതിൻ്റെ ഇമേജ്, ഡിഫറൻസിയേഷൻ മാപ്പിൻ്റെ ഇമേജ് എന്താണ്? Rn-1 of x ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ കണ്ടുപിടിച്ചായിരുന്നു D ഇൻവേഴ്സ് ഓഫ് സെറ്റ് 0 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, അതായത് 0യുടെ പ്രീ ഇമേജുകൾ അല്ലെങ്കിൽ Rn of xലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന Rn of xലെ പോളിനോമിയൽസ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ അവിടുത്തെ മീനിങ് എന്താണ്? ഏത് പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്? ഏതിൻ്റെയാ? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെ അല്ലേ? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? D ഇൻവേഴ്സ് ഓഫ് സെറ്റ് 0 എന്താണ്? ദ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഓവർ R അതെന്തായിരിക്കും? 6 ആയിരിക്കും. ആറിലെ ഏത് കോൺസ്റ്റൻറ്റ് വേണേലും നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സസൈസിനകത്ത് പ്രൂവ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയാൽ മതി. കേണൽ ഓഫ് T ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡെറിവേറ്റീവ് 0. ഡെറിവേറ്റീവ് 0 ആവുന്ന പോളിനോമിയൽസ് ആണ് കേണലിനകത്ത് എലമെൻറ്റ്. ഡെറിവേറ്റീവ് 0 ആവുന്ന ആർക്കാണ്? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണ്. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എന്ന് വരുമ്പോൾ അത് ഫുൾ R ആയിരിക്കും. ഓക്കെ,
Next is example 6.6. If A is a given real n by n matrix, consider the linear mappings FA from the collection of all n by 1 matrices over R to the vector space of all n by 1 matrices over R described by FA of x is equal to AX. Okay, അപ്പോൾ ഇതൊരു ലീനിയർ മാപ്പാണ്. AX ലീനിയർ മാപ്പാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ AXൻ്റെ ഇമേജും കേർണലും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കളക്ഷൻ ഓഫ് ഓൾ AXകളുടെ കളക്ഷൻ ആയിരിക്കുമല്ലോ ഇമേജ് എന്ന് വെച്ചാൽ എക്സിൻ്റെ ഇമേജ് എന്താ? AX. ഓക്കെ, അപ്പം അങ്ങനെയുള്ള AXകളുടെ കളക്ഷൻ ആയിരിക്കും ഇമേജിൻ്റെ അകത്ത് വരുന്നത്. നമുക്കറിയാം A ഒരു n by n മെട്രിക്സ് ആണ്. അതുപോലെ എക്സ് എന്താണ്? എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? നമ്മുടെ ഡിപ്പാർച്ചർ സ്പേസിലെ എലമെൻ്റ് ആണ് എക്സ്. FA ഓഫ് എക്സ് എന്നല്ല പറഞ്ഞേക്കുന്നത്. ഫോർ എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു n by 1 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം AXൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയായിരിക്കും? n by 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ AX എന്ന് പറയുന്നത് എന്താണ്? n by 1 മെട്രിക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കാം. The image of FA consists of all n by 1 column matrices. Y is equal to y1, y2, etc. yn for which there exists x is equal to x1, x2, etc. xn such that AX equal to y. ഓക്കെ, അപ്പോൾ ഇമേജ് എന്താണ്? AXകളുടെ കളക്ഷനാണ്. ആ AX നമ്മൾ നോക്കുമ്പോൾ AX എന്ന് പറയുന്ന ഒരു n by 1 കോളം മെട്രിക്സ് ആണ്. അപ്പോൾ ആ കോളം മെട്രിക്സിനെ y ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇമേജുകളെ നമുക്ക് എന്ത് പറയാം? It is the collection of all y is equal to y1, etc. yn such that there exists x is equal to x1, x2, etc. xn such that AX equal to y. ഇങ്ങനെയാകുന്ന വൈകളായിരിക്കും ഇവിടുത്തെ ഇമേജുകൾ. ഓക്കെ, that is the set of all y such that there exists x1, x2, etc. xn with y is equal to x1 a1 plus etc. plus xn an. ഓക്കെ, അതെങ്ങനെ എഴുതുന്നേ? നമ്മൾ എനെ നമ്മൾ എയുടെ ഫസ്റ്റ് കോളത്തിനെ A1 എന്ന് വിളിക്കുന്നു, സെക്കൻഡ് കോളത്തിനെ A2 എന്ന് വിളിക്കുന്നു, അങ്ങനെ എയുടെ nth കോളത്തിനെ AN എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ A ഇൻറ്റു എക്സ് ആണല്ലോ. നെക്സ്റ്റ് എക്സ് എന്താണ്? ഇൻറ്റു എക്സ് വരും. എക്സ് x1, x2, etc. xn. ഓക്കെ, A ഒരു n by n മെട്രിക്സ് ആണ്. അതിനെ എന്തായിട്ട് എഴുതുന്നു? ഇങ്ങനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് കോളത്തിനെ A1 ആയിട്ട്, അങ്ങനെ ഓരോ കോളത്തിനെ AIs ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്താ വേണ്ടേ? AX ഇക്വൽ ടു വൈ ആണ്. AX ഇക്വൽ ടു വൈ ആണ്. അപ്പോൾ A ഇൻറ്റു എക്സ് ചെയ്യുന്നു. എന്താണ്? A ഇൻറ്റു എക്സ് ചെയ്യുന്നു. A ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? A1x1 പ്ലസ് A2x2 പ്ലസ് എക്സെട്ര പ്ലസ് AN xn. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഇതിനോട് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് നമുക്ക് അതിനെ എങ്ങനെ എഴുതാലോ? y ഈസ് ഈക്വൽ ടു x1 a1 അല്ലെങ്കിൽ A1 x1 പ്ലസ് എക്സെട്ര പ്ലസ് AN xn എന്ന് എഴുതാലോ. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ A1 ആ ബോൾഡ് ലെറ്റേഴ്സിൽ A1, A2, എക്സെട്ര AN കൊടുത്തേക്കുന്നത് എന്താണ്? നമ്മുടെ മെട്രിക്സ് Aനെ നമ്മൾ കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് AX മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് എന്താ? ശരിക്കും ഈ സ്റ്റെപ്പ് എന്താ? y ഈസ് ഈക്വൽ ടു AX എന്ന് പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ അതിനെ ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. y ഈസ് ഈക്വൽ ടു AX എന്ന് പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, in other words, image FA is the subspace of n by 1 matrices over R that is spanned by the columns of A. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ. y ഈസ് ഇക്വൽ ടു x1 a1 പ്ലസ് x2 a2 പ്ലസ് എക്സെട്ര പ്ലസ് xn an നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ റൈറ്റ് സൈഡിലുള്ള എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് A1, A2, എക്സെട്ര AN ആണല്ലോ. x1 a1 പ്ലസ് എക്സെട്ര xn an എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ കോമ്പിനേഷൻ ഓഫ് A1, A2, എക്സെട്ര AN ആണ്. ഓക്കെ, അവിടെ A1, A2, എക്സെട്ര AN എന്താണ്? കോളംസ് ഓഫ് A ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? വൈനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റി? ലീനിയർ കോമ്പിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോളംസ് ഓഫ് A ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ഓക്കെ, ഇനി ലീനിയർ കോമ്പിനേഷനുകളുടെ കളക്ഷനെയല്ലേ നമ്മൾ സ്പാനിങ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് എയുടെ കോളംസിൻ്റെ ലീനിയർ കോമ്പിനേഷനുകളാണ് വൈ. അതേപോലെ നമുക്ക് വൈ എവിടെയുണ്ടെന്ന് പറയാം? കോളംസ് സ്പാൻ ചെയ്യുന്ന സെറ്റിനകത്തെ എലമെൻ്റ് ആണ് ഈ വൈ എന്ന് നമുക്ക് പറയാലോ. ഓക്കെ,
therefore ഇമേജ്, ആ ഇമേജ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് n/1 മെട്രിസസ് ഓവർ ആർ ദാറ്റ് ഈസ് സ്പാൻഡ് ബൈ ദി കോളംസ് ഓഫ് എ. കാരണം നമുക്ക് ആ വൈനെ എങ്ങനെ എഴുതാൻ പറ്റി? ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോളംസ് ആക്കി എഴുതാൻ പറ്റി. therefore ആ വൈ എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? സ്പാനിങ് സെറ്റ് ഓഫ് കോളംസ് ഓഫ് എയിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ ഇമേജ്. ഇമേജ് എന്താണ്? ദ സബ്സ്പേസ് ഓഫ് ദിസ് വിച്ച് ഈസ് സ്പാൻഡ് ബൈ ദ കോളംസ് ഓഫ് എ ആയിരിക്കും ഇവിടുത്തെ ഇമേജ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കേർണൽ കണ്ടുപിടിക്കണം. ഓക്കെ, കേർണൽ എന്താണ്? കേർണൽ എങ്ങനെ എഴുതുന്നത്? കേർണൽ ഓഫ് എഫ് എ. കേർണൽ ഓഫ് എഫ് എ ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ, ഇവിടുത്തെ എലമെൻസുകളുടെ കളക്ഷനാണ്. അതായത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഈസ് ഈക്വൽ ടു 0. അറൈവൽ സ്പേസിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഡിപ്പാച്ചർ സ്പേസിലെ എലമെൻസുകളുടെ കളക്ഷനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഇക്വൽ ടു 0. ഓക്കെ, അപ്പം എ എക്സ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണല്ലോ, ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. റൈറ്റ് സൈഡ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 0 ആകുമ്പോഴാണ് നമ്മളതിനെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? ദിസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസുകളുടെ കളക്ഷൻ അല്ലേ? എ എക്സ് ഇക്വൽ ടു 0 ആകുന്ന എക്സുകളുടെ കളക്ഷനാണ് കേർണൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് എ എക്സ് ഇക്വൽ ടു 0 എന്ന് പറയാലോ. ഓക്കെ, അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുണ്ട്. ആസ് ഫോർ ദ കേർണൽ ഓഫ് എഫ് എ, ദിസ് ഈസ് ദ സബ്സ്പേസ് ഓഫ് n/1 matrices over R consisting of the column matrices x such that Ax equal to 0. That is the solution space of the system Ax equal to 0. അപ്പോൾ ഇവിടുത്തെ കേർണൽ എന്താണ്? ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ സിസ്റ്റം Ax equal to 0. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ 6.7. Consider the subspace of map RR that is given by V is equal to span of sine and cos. ഓക്കെ, ഇപ്പോൾ സൈനും കോസും സ്പാൻ ചെയ്യുന്ന എലമെൻസുകളുടെ കളക്ഷനാണ് വി. ഓക്കെ, അത് ദ കളക്ഷൻ ഓഫ് ഓൾ മാപ്പിംഗ് ഫ്രം ആർ ടു ആറിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ ഫങ്ഷൻസ് ഗിവൺ ബൈ എ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫോം. ഓക്കെ, വി ഈസ് ഇക്വൽ ടു സ്പാൻ ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. സൈനും കോസും സ്പാൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് വി. ഓക്കെ, അപ്പോൾ ആ വിയിലെ ഒരു ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സൈനിൻ്റെയും കോസിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, ലെറ്റ് ഐ ഫ്രം വി ടു ആർ ഗിവൺ ബൈ ഐ ഓഫ് എഫ് ഇസിക്കൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ എഫ്. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നതു വിയിൽ നിന്ന് ആറിലേക്ക് ഒരു മാപ്പ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അത് ദെൻ ഇറ്റ് ഈസ് ക്ലിയർലി ലീനിയർ ആണ്. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി വെച്ച് ഇൻ്റഗ്രൽ വരുന്ന ലീനിയർ ആണെന്ന് നേരത്തെ എക്സസൈസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു 2 സ്റ്റെപ്പ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ലീനിയർ ആണ്. ഓക്കെ, ഇനി എന്താണ്? നമ്മൾ ഈ ഐ എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായി ഇനി അതിൻ്റെ ഇമേജും കേർണലും കണ്ടുപിടിക്കാൻ പോവാം നമ്മൾ. ഓക്കെ, അവിടുത്തെ കേർണൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ഐയുടെ കേർണൽ. അപ്പോൾ ഐയുടെ കേർണൽ നമുക്ക് എങ്ങനെ എഴുതാം? കേർണൽ ഓഫ് ഐ ഇസ് ഇക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ ഐ എവിടെ നിന്ന് എങ്ങോട്ടാണ്? വിയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ കേർണൽ ഓഫ് ഐനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്താം? ഇറ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ എഫ് ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ഐ ഓഫ് എഫ് ഇസ് ഇക്വൽ ടു 0. ഓക്കെ, ഐ ഓഫ് എഫ് 0 ആകുന്ന ഫങ്ഷൻസുകളുടെ കളക്ഷനാണ് കേർണലിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി ഐ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു പൈ എഫ് ആണ്. ഇനി എഫ് എന്താണ്? നമ്മുടെ വിക്കകത്തുള്ള ഫങ്ഷനാണ് എഫ്. ഓക്കെ, വിക്കകത്തുള്ള എഫിനെ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എന്തായിരിക്കും? ഐ ഓഫ് എഫ് ഇക്വൽ ടു 0 നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 ടു പൈ എഫിൻ്റെ സ്ഥാനത്ത് വിക്കകത്ത് ഒരു ജനറൽ എഫ് എഴുതുന്നു. ദാറ്റ് ഈസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്ത് വരും? അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് എക്സ് വിതിൻ ദ ലിമിറ്റ്സ്
0 to pi പ്ലസ് ബി ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഇതിൻ്റെ ലിമിറ്റ്സ് 0 to pi വിച്ച് ഈസ് ഈക്വൽ ടു അത് 0 ആയിരിക്കണം. ഓക്കെ, ദെൻ മൈനസ് കോമൺ എടുക്കും മൈനസ് എ ഇൻറ്റു ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് പൈ -1 ആണ് മൈനസ് കോസ് 0 1 പ്ലസ് ബി ഇൻറ്റു സൈൻ പൈ 0 മൈനസ് സൈൻ 0 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു -2 വരും. ആ മൈനസും കൂടെ പ്ലസ് ആയി പോകും. ദാറ്റ് ഈസ് 2a. ഓക്കെ, ഇവിടെ എല്ലാം 0 ആയിപ്പോയി. 2a ഈക്വൽ ടു 0 എന്ന് വന്നു. വിച്ച് ഇംപ്ലൈസ് എന്താണ്? a ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ കേർണലിനകത്ത എലമെൻ്റ് ആകാനുള്ള കണ്ടീഷൻ നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമ്മുടെ ബിക്കകത്തുള്ള എലമെൻസിൻ്റെ അകത്തെ എന്തായിരിക്കണം? അവിടെ a 0 ആയിരിക്കണം. അപ്പോൾ a 0 ആകുമ്പോൾ ആ എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ബി കോസ് എക്സ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, a 0 കൊടുക്കുമ്പം ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ഇൻറ്റു കോസ് എക്സ് ആവും. ബി ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസിൻ്റെ കളക്ഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സ്പാൻ ഓഫ് കോസ് എക്സ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് തേർഫോർ നമുക്ക് എന്ത് കിട്ടി? കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാൻ ഓഫ് കോസ് ആണ്. ഓക്കെ, നമ്മൾ കേർണലിൻ്റെ കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് a ഇസിക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ a ഇസിക്വൽ ടു 0 എന്നുള്ളത് ബിക്കകത്ത് ആ എലമെൻറ്റിൻ്റെ അകത്ത് എഫിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ നമുക്ക് b ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടി. b ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് കോസ് എക്സ്. സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് കോസ് എക്സ് എവിടുത്തെ എലമെൻറ്റ്സ് ആണ്? സ്പാൻ ഓഫ് കോസ് എക്സിലെ എലമെൻറ്റ്സ് ആണ്. ദെയർഫോർ ഇൻ ദിസ് കേസ് കേർണൽ ഓഫ് i ഈസ് ദി സ്പാൻ ഓഫ് കോസ്. ഓക്കെ, next example is example 6.8. Consider the mapping f from R4 to R3 given by f of ABCD is equal to a plus b, b minus c, a plus d. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഫിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷൻ ആണല്ലോ ഇമേജ് എന്ന് പറയുന്നത്. എ പ്ലസ് ബി, ബി മൈനസ് സി, എ പ്ലസ് ഡി ആണ്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയേ. ഓക്കെ, അതായത് എ ഇൻറ്റു എന്ന് പറയുമ്പം ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റിൽ എയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണല്ലോ. അപ്പോൾ 1 എന്ന് എഴുതി. സെക്കൻഡ് കോർഡിനേറ്റിൽ എയുടെ കോയിഫിഷ്യൻറ്റ് സെക്കൻഡ് കോർഡിനേറ്റിൽ എ ഇല്ല, തേർഫോർ നമ്മളവിടെ 0 എന്ന് എഴുതി. തേർഡ് കോർഡിനേറ്റിൽ എയുടെ കോയിഫിഷ്യൻറ്റ് 1. ഓക്കെ, അപ്പോൾ a ഇൻറ്റു 1 0 1. നെക്സ്റ്റ് ബി ഇൻറ്റു എന്ന് എഴുതുന്നു. ദറ്റ് ഈസ് ബി ഇൻറ്റു ബിയുടെ കോയിഫിഷ്യൻറ്റ് പറക്കി എഴുതുന്നു. അപ്പോൾ എന്ത് വരും? ബിയുടെ വരുമ്പം 1 1 0. ഓക്കെ, നെക്സ്റ്റ് സി ഇൻറ്റു സിയുടെ കോയിഫിഷ്യൻസ് 0 -1 0. നെക്സ്റ്റ് ഡിയുടെ കോയിഫിഷ്യൻറ്റ് ഡി ഇൻറ്റു 0 0 1. ഓക്കെ, ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. എ പ്ലസ് ബി, ബി മൈനസ് സി ആൻഡ് എ പ്ലസ് ഡി. ഓക്കെ, അത് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇമേജിൻ്റെ അകത്തുള്ള ഈ എലമെൻറ്റിനെ നമുക്ക് എന്താക്കി എഴുതി? ഓക്കെ, 1 0 1 1 1 0 0 -1 0 0 0 1 എന്ന 4 എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഇമേജിൻ്റെ അകത്തെ എലമെൻസിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇമേജ് എഫ് ഈസ് ദി സ്പാൻ ഓഫ് 1 0 1 1 1 0 0 1 0 0 0 1. കാരണം എന്താ? ഇമേജിൻ്റെ അകത്തെ എലമെൻറ്റിനെ നമുക്ക് ഈ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റി. ദെയർഫോർ ഇമേജ് എന്താണ്? സ്പാൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇമേജിൻ്റെ ഒരു ബേസിസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് തീരത്തിൽ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയും എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ബേസിസ് ആക്കി മാറ്റാം. ഓക്കെ, അതുപോലെയുള്ള ഒരു റിസൾട്ടാണ് ഏതൊരു സ്പാനിങ് സെറ്റിനെയും നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഒരു ബേസിസ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇമേജിൻ്റെ ഒരു സ്പാനിങ് സെറ്റാണല്ലോ ഇത്. ഇമേജിനെ സ്പാൻ ചെയ്യുന്നൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 4 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റെഡ്യൂസ് ചെയ്ത് ബേസിസ് ആക്കി മാറ്റാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ ഇമേജ് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? എന്തിൻ്റെ സബ്സ്പേസ് ആയിരിക്കും? R³ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ ഇമേജ് R³ അകത്ത് കിടക്കുന്നതായിരിക്കും. ദെയർഫോർ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും?
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും ഇമേജിൻ്റെ സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 4 എലിമെൻറ്റ്സ് സ്പാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമേജിൻ്റെ കിട്ടണമെങ്കിൽ എന്തായാലും ഇമേജിൻ്റെ ഇപ്പോൾ R3 തന്നെ ഇമേജ് വന്നാലും എന്താ ഡയമെൻഷൻ 3 വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇമേജ് എഫിൻ്റെ ഡയമെൻഷൻ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ നമുക്കിപ്പം സ്പാൻ ചെയ്യുന്ന 4 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ബേസിസ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ബേസിസ് കണ്ടുപിടിക്കാം. ഈ സ്പാനിങ് സെറ്റിനെ റെഡ്യൂസ് ചെയ്ത് ബേസിസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു എലമെൻറ്റ് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണത്തിലെ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്കതിനെ ബേസിസ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്സർവ് ദാറ്റ് ഇമേജ് ഓഫ് എഫ് ഈസ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ റോസ് ഓഫ് ദ മെട്രിക്സ്. നമുക്ക് ഈ തന്നിരിക്കുന്ന 4 എലമെൻറ്റ്സിനെ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ റോസ് ആക്കി എഴുതുന്നു. ഓക്കെ, 1 0 1 1 1 0 0 -1 0 ആൻഡ് 0 0 1. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ആ 4 എലമെൻറ്റ്സിനെ നമ്മൾ റോസ് ആക്കി എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ അതിനെ റെഡ്യൂസ് ചെയ്യുക. എയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുമ്പോൾ എന്ത് വന്നു? ഓക്കെ, അവിടെ ഒരു I3 വന്നു, മുകളിൽ ഒരു I3 വന്നു, ബാക്കി താഴെ ഒരു 0 വന്നു. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ത് വന്നു? മെട്രിക്സിൻ്റെ റാങ്ക് 3 ആ വന്നത്. ഓക്കെ, നമുക്ക് 4 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, 4 റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റാങ്ക് 3 എന്ന് പറഞ്ഞാൽ എന്താ? റാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാമല്ലോ, ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ റോസ് നമുക്ക് ഉള്ള ഈ ഇമേജസിനെ, ഈ എലമെൻറ്റ്സിനെ നമ്മൾ റോസ് ആക്കിയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ 4 എലമെൻറ്റ്സിൽ ഒരെണ്ണം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, മറ്റേതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് റോ 0 ആയി. ദെർഫോർ നമുക്ക് ബേസിസ് ആക്കി എന്തെടുത്താൽ മതി? ഈ ആദ്യത്തെ 3 എണ്ണം എടുത്താൽ മതി. കാരണം നമുക്ക് 3 റോസേ ഉള്ളൂ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. അവസാനത്തെ റോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിസ് ആക്കാൻ വേണ്ടി എന്തെടുക്കുന്നു? ആ ആദ്യത്തെ 3 റോസ് എടുക്കുന്നു, ആദ്യത്തെ 3 എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് 1 0 1 1 1 0 0 -1 0. അപ്പോൾ അത് നമ്മുടെ ഇമേജ് എഫിൻ്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. ഓൾറെഡി ഇത് 4 കൂടെ വരുമ്പോൾ അത് സ്പാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ എന്താ മനസ്സിലായേ? അവസാനത്തെ എന്താണ്? ബാക്കിയുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതപ്പോൾ നമ്മൾ ഇത് 3 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി? ഇമേജ് എഫ് എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമായി സ്പാനിങ്ങുമായി. അപ്പം നമ്മൾ സ്പാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓർക്കാം, ഇമേജ് എഫ് എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണത്തിൻ്റെയും സ്പാനിങ് അല്ലേ എന്ന് നോക്കാം. പക്ഷേ നമുക്ക് ഈ 4ാമത്തെ ഈ 3 എണ്ണത്തിൻ്റെ അകത്തൊന്നും കിട്ടത്തില്ലേ? കാരണം 4ാമത്തെ ഡിപ്പെൻഡൻ്റ് ഓൺ ദ 3 ആണ്. ഓക്കെ, അപ്പോൾ അതായത് ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ കുറച്ച് ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് 4ാമത്തെ കിട്ടും. അപ്പം നമുക്ക് എന്തെഴുതാം? സ്പാൻ ഓഫ് ദിസിനെ നമുക്ക് എന്തെഴുതാം? സ്പാൻ ഓഫ് ഈ ആദ്യത്തെ 3 എലമെൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായി? ഇമേജ് എഫ് ഈസ് സ്പാൻഡ് ബൈ 1 0 1 1 1 0 0 -1 0 and these 3 elements are linearly independent. Therefore, these 3 elements form a basis of image of F. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ് ആണ്. കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ്. ഇനി നോക്കിയേ, നമ്മുടെ ഇവിടുത്തെ അറൈവൽ സ്പേസ് ഏതാണ്? R3 ആണ് അറൈവൽ സ്പേസ്. ഓക്കെ, R3യുടെ ഡയമെൻഷൻ എത്രയാണ്? 3 അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിവിടെ കിട്ടിയത്? എന്താണ്? ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നതിൻ്റെ ബേസിസ് എന്താണ്? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഹാവിങ് 3 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു തിയറത്തിൽ, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ് ഫോം എ ബേസിസ് ഓഫ് V. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ 3 എലമെൻറ്റ്സ് ആന്ന് കിട്ടി, അതിൻ്റെ ബേസിസ് ഇതാന്ന് കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ സെറ്റ് എന്ന് പറയുന്നത്, ഈ ബേസിസ് എന്ന് പറയുന്നത് നമ്മുടെ R3യുടെ ബേസിസ് ആവുമല്ലോ.
ഓക്കെ, R3യുടെ ബേസിസ് ആകത്തില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ്. ദെയർഫോർ ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് R3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഇമേജ് ഓഫ് എഫ് R3 തന്നെയാണെന്ന് പറയത്തില്ലേ? കാരണം ഇമേജ് എഫിനെയും സ്പാൻ ചെയ്യുന്നത് ഈ സെറ്റാണ്, ഈ ബേസിസ് ആണ്. അതുപോലെ R3ക്കും ഇത് ബേസിസ് ആയിട്ട് വരും. അപ്പോൾ അത് രണ്ടും സ്പാൻ ചെയ്യുമല്ലോ. ഇമേജ് എഫിനെ ഇത് സ്പാൻ ചെയ്യും, അതുപോലെ R3നെ ഈ സെറ്റ് സ്പാൻ ചെയ്യും. അപ്പോൾ രണ്ടും സ്പാൻ ചെയ്യുന്ന സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് സെറ്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇവിടെ R3 തന്നെയായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു ഓൺ ടു ലീനിയർ മാപ്പാണ്. ഓക്കെ, ഇവിടുത്തെ R4ൻ്റെ അകത്തുള്ള ഇമേജസ് നോക്കിയാൽ നമുക്ക് ഫുൾ R3 തന്നെ കിട്ടി. ശരിക്കും ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ എന്താണ് ആ സബ്സെറ്റ്? അത് ഫുൾ R3 തന്നെയായി. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ്. ഫൈൻഡ് ഇമേജ് ഓഫ് എഫ് ആൻഡ് കേർണൽ ഓഫ് എഫ് വെൻ എഫ് ഫ്രം R3 to R3 ഗിവൺ ബൈ എഫ് ഓഫ് എ ബി സി ഇസ് ഇക്വൽ ടു എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് സി. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യുന്ന ഒരു കേസാണ്. അവിടെ ഇമേജ് എഫും കേർണൽ എഫും കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇഫ് എഫ് ഫ്രം R2 to R2 ഗിവൺ ബൈ എഫ് ഓഫ് എ ബി ഇസ് ഇക്വൽ ടു B0 പ്രൂവ് ദാറ്റ് ഇമേജ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു കേർണൽ ഓഫ് എഫ്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ലീനിയർ മാപ്പാണ്. അതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാമല്ലോ. അതുപോലെ കേർണൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കുമ്പം അത് രണ്ടും നമുക്ക് സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 6.50 നമുക്ക് ചെയ്യാം. ഇതാണ് ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലീനിയർ മാപ്പിംഗ് ഫോർ വിച്ച് ഇമേജ് ഓഫ് എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് ആൻഡ് an example where kernel of f is a subset of image of f. ഓക്കെ, ഇങ്ങനെ വരുന്ന രണ്ട് ലീനിയർ മാപ്പിങ്ങിന് എക്സാമ്പിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. കൺസിഡർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എഫ് ഫ്രം R to R ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇമേജും കേർണലും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അത് ഏതിൻ്റെ സബ്സെറ്റാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമേജ് എന്താണ്? ഇവിടുത്തെ എക്സ് ഏത് റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ എല്ലാ ഇമേജ് 0യാണ്. അപ്പോൾ ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് 0യാണ്. ഇനി കേർണൽ എന്താണ്? കേർണൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദ കളക്ഷൻ ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0. ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ അറൈവൽ സ്പേസിലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഡിപ്പാർച്ചർ സ്പേസിലെ എലമെൻസുകളുടെ കളക്ഷനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സ്റ്റെപ്പ് എഴുതി. ഇനി എന്താണ്? നമുക്കറിയാം ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് 0 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആറിലെ ഏത് എക്സ് എടുത്താലും എന്താ അത് 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കേർണൽസിലെ എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? ആറിലെ ഫുൾ 6 വരത്തില്ലേ? കാരണം ആറിലെ എല്ലാ എലമെൻറ്റ്സിനെയും 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. therefore ഇവിടെ കേർണൽ എന്ന് പറയുന്നത് ഫുൾ 6 ആകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇമേജ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു സെറ്റ് 0 ഇസ് എ സബ്സെറ്റ് ഓഫ് R വിച്ച് ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് എഫ്. ഓക്കെ, അതായത് ഇമേജ് എഫ് സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് ആകുന്ന ഒരു എക്സാമ്പിൾ ആണ് ദിസ് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം. കേർണൽ ഓഫ് എഫ് സബ്സെറ്റ് ഓഫ് ഇമേജ് ഓഫ് എഫ് ആകുന്ന ഒരു എക്സാമ്പിൾ വേണം. അതിനുവേണ്ടി കൺസിഡർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എഫ് ഫ്രം R to R ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ്. എഫ് ഓഫ് എക്സ് എക്സ് ആകുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അവിടുത്തെ ഇമേജ് എന്താണ്? എക്സ്. ഇവിടെ ഈ എക്സുകൾ എവിടെ നിന്നാണ്? ആറിലെ എലമെൻറ്റ്സ് ആണ് ഈ എക്സുകൾ. ഓക്കെ, അപ്പോൾ എക്സിലെ ഓരോ ആറും കൊടുക്കുമ്പോൾ എന്താ റൈറ്റ് സൈഡിലും ആ സെയിം 6 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇമേജ് എന്തായിരിക്കും? ഫുൾ 6 തന്നെ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇമേജ് 6 ആയി. ഇനി കേർണൽ എന്താണ്? കേർണൽ ഓഫ് എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0. റൈറ്റ് സൈഡിൽ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഇറ്റ് ഈസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഇക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എന്താണ്? ആറിലെ എക്സ് ഇക്വൽ ടു 0 ആകുന്ന ആ സെറ്റ് എന്താണ്? അപ്പോൾ എന്താണ്? സെറ്റ് 0 മാത്രമേ ഉള്ളൂ അതിനകത്ത് എലമെൻറ്റ്. അതായത് ഇവിടെയുള്ള ആറിനകത്തെ 0 മാത്രമേ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും 0യിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല. 1 1ലേക്ക് മാപ്പ് ചെയ്യും,
2 2ലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ 0 മാത്രമേ 0ലേക്ക് മാപ്പ് ചെയ്യുന്നു. ദെയർഫോർ ഹിയർ ദ കേർണൽ ഓഫ് എഫ് ഈസ് സെറ്റ് 0. ഓക്കെ, ദെയർഫോർ കേർണൽ ഓഫ് എഫ് ഈസ് സെറ്റ് 0 ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ഈസ് ഇക്വൽ ടു ഇമേജ് ഓഫ് എഫ്. ഓക്കെ, നമ്മൾ 2 എക്സാമ്പിൾസ് കിട്ടി. ഇത് തന്നെയല്ല, നിങ്ങൾക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണേൽ വേറെ കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് ഈസ് 6.16. Let f from R5 to R4 be given by f of ABCDE. ഓക്കെ, R5ൽ നിന്ന് R4ലേക്കുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ബേസിസ് ഫോർ ഇമേജ് എഫ് ആൻഡ് കേർണൽ ഓഫ് എഫ്. ഓക്കെ, ഇമേജ് എഫിൻ്റെയും കേർണൽ ഓഫ് എഫിൻ്റെയും ബേസിസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തൊട്ട് മുമ്പ് നമ്മൾ ടെക്സ്റ്റിൽ എഴുതിയിട്ടിരിക്കുന്ന ആ പ്രോബ്ലം പോലെ, എക്സാമ്പിൾ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ABCD എഫ് ഓഫ് ABCDE നമുക്ക് തന്നിരിക്കുന്ന എടുത്തെഴുതി. ഓക്കെ, ഇനി ഈ റൈറ്റ് സൈഡിലുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ A ഇൻറ്റു എയുടെ കോഎഫിഷ്യൻസുകൾ. ഓക്കെ, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 1, ഇവിടുത്തെ 1, ഇവിടുത്തെ 2, ഇവിടുത്തെ 0. ഓക്കെ, അപ്പോൾ 1 1 2 0. നെക്സ്റ്റ് B ഇല്ല. നെക്സ്റ്റ് C ഇൻറ്റു -1 0 -1 -1. ഓക്കെ, പ്ലസ് D ഇൻറ്റു 3 2 5 1 പ്ലസ് E ഇൻറ്റു -1 -1 ആൻഡ് 0. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇമേജ്, ഇമേജ് ആണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇമേജിലെ എലമെൻസിനെ എങ്ങനെ എഴുതാൻ പറ്റി? ഈ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമേജ് ഓഫ് എഫ് ഈസ് സ്പാൻഡ് ബൈ ദീസ് 4 എലമെൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇമേജ് എഫിൻ്റെ കേർണൽ ഓഫ് എഫിൻ്റെ ബേസിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ ഏതൊരു സ്പാനിങ് സെറ്റിനെയും നമുക്ക് റെഡ്യൂസ് ചെയ്ത് ബേസിസ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഈ എലമെൻറ്റ്സ് ലീനിയർ അപ്പോൾ സ്പാൻ ചെയ്യുന്നുണ്ട്, ഇമേജ് എഫിനെ ഇത് സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ 4 എലമെൻറ്റ്സ് റോസ് ആക്കി നമ്മൾ മെട്രിക്സ് എഴുതുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എലമെൻറ്റ്സിനെ റോസ് ആക്കി മെട്രിക്സ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ റോ റെഡ്യൂസ് ചെയ്യുന്നു, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ റോ റെഡ്യൂസ് ചെയ്ത് റാങ്ക് കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? റാങ്ക് 3 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? 3 റോസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ റോയ്, അതായത് അവസാനത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഫസ്റ്റ് 3 ആയിരിക്കും. ദെയർഫോർ അപ്പോൾ ആദ്യത്തെ 3 എണ്ണം നമ്മൾ എടുത്താൽ മതി ബേസിസിൽ എഴുതുമ്പോൾ. കാരണം അവസാനത്തേത് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ദെയർഫോർ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം മാത്രം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഇമേജ് എഫിനെ സ്പാനും ചെയ്യും, അതുപോലെ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. ദെയർഫോർ ദ ബേസിസ് ഓഫ് ഇമേജ് ഓഫ് എഫ് ഈസ് ദ ഫസ്റ്റ് 3 എലമെൻറ്റ്സ്. ഓക്കെ, നമുക്ക് കേർണൽ ഓഫ് എഫ് കണ്ടുപിടിക്കണം, അതിൻ്റെ ബേസിസും കണ്ടുപിടിക്കണം. കേർണൽ ഓഫ് എഫ് എന്താണ്? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ABCDE belongs to R5 such that f of ABCDE is equal to 0. അതായത് R4ലെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന R5ലെ എലമെൻസിൻ്റെ കളക്ഷനാണ് കേർണൽ ഓഫ് എഫ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ABCDE such that f of ABCDE അതെടുത്ത് എഴുതി വിച്ച് ഇസ് ഈക്വൽ ടു R4ലെ 0. R4ലെ 0 എന്താണ്? 0 0 0 0. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതും R4ലെ ഒരു എലമെൻ്റ് ആണ്, ഇതും R4ലെ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ? ഓരോ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഓരോ കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ഓരോന്നും A - C + 3D - E = 0, A + 2D - E = 0, 2A - Z + 5D - E = 0 ആൻഡ് -C + D = 0. നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി. നമുക്ക് അതിനൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അപ്പോൾ 4ാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ എന്ത് കിട്ടി? -C + D = 0 ആണ്. ദെയർഫോർ C = D ആയി. ഓക്കെ, അപ്പോൾ C = D എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Dക്ക് പകരം C തന്നെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? A - C + 3Z - E = 0. ദാറ്റ് ഈസ് A + 2Z - E = 0. അതുപോലെ D = Z എന്നുള്ളത് നമ്മൾ തേർഡ് ഇക്വേഷൻ്റെ അകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അത് കൊടുക്കുമ്പോൾ Dക്ക് പകരം C കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ 5ഉം 6ഉം ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. നമ്മൾ അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ 2 × 5 - 6 ചെയ്യുന്നു.
അന്നേരം നമുക്ക് ഇയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ ഏതാണ് ക്യാൻസലാക്കി കളയാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പം നോക്കിയപ്പം 2 × 5 - 6 ചെയ്യുമ്പം ഇത് ക്യാൻസലായി പോയി. ഇത്രയും ബാക്കി എന്ത് വന്നു? -e = 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇയുടെ വാല്യൂ 0 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ ഫിഫ്ത്ത് ഇക്വേഷൻ എന്ത് ഇംപ്ലൈ ചെയ്യും? ഓക്കെ, ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ ഫിഫ്ത്ത് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? a = -2c എന്ന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ a = -2c ആണ്, e = 0 എന്ന് കിട്ടി, അതുപോലെ c = b എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ കേർണൽ ഓഫ് എഫിലെ എലമെൻസിനെ എങ്ങനെ എഴുതാം? -2c just the collection of all. നമ്മൾ എന്തെന്ന് എഴുതിയിരുന്നത്? just the collection of all a b c d e such that these conditions ഹോൾഡ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻസ് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കിട്ടി. ഓക്കെ, അതായത് എക്ക് പകരം എന്തെന്ന് എഴുതാം? എക്ക് പകരം -2c എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ബിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഇല്ല, കാരണം ഇവിടെ ബി എന്ന് പറഞ്ഞ എലമെൻറ്റ് പോലും ഇല്ല. അപ്പം ബിക്ക് നമ്മൾ ഒരു റെസ്ട്രിക്ഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. ബി ഏത് റിയൽ നമ്പർ വേണേലും ആകാം. ഓക്കെ, അപ്പോൾ നമ്മൾ -2c ബി, പിന്നെ മൂന്നാമത്തെ സി തന്നെ എഴുതി, പിന്നെ ഡിക്ക് പകരം എന്തെഴുതുന്നു? നാലാമത് ഡി ആയിരുന്നു. ഡിയും സിയും സെയിം ആണ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഡിക്ക് പകരം സി കൊടുക്കുന്നു. ഇനി അവസാനം ഇ ആയിരുന്നു. ഇക്ക് പകരം എന്ത് കൊടുക്കാം? ഇയുടെ വാല്യൂ നമുക്ക് 0 ആണെന്ന് കിട്ടിയിരുന്നു. ദെർഫോർ ഇക്ക് പകരം നമ്മൾ 0 കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ്? കേർണൽ ഓഫ് എഫ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ -2c b c c0 സച്ച് ദാറ്റ് ബി സി ബിലോങ്സ് ടു ആർ. ഓക്കെ, ബിയും സിയും ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ ഈ എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ അതിൻ്റെ കോയിഷ്യൻ്റ് വെച്ച് എഴുതുമ്പം സ്പാൻ ഓഫ് സിയുടെ കോയിഷ്യൻ്റ് നോക്കുമ്പം -2 0 1 1 0 ആൻഡ് ബിയുടെ കോയിഷ്യൻ്റ് നോക്കുമ്പം 0 1 0 0 0. ഓക്കെ, ഇത് സ്പാൻ ചെയ്യുമല്ലോ. അതായത് ഈ എലമെൻറ്റിനെ, ഇങ്ങനെ വരുന്ന എലമെൻറ്റിനെ ഈ രണ്ട് എലമെൻറ്റ്സുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ദെയർഫോർ കേർണൽ ഓഫ് എഫ് ഈസ് ദി സ്പാൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. ഓക്കെ, പിന്നെ നമുക്കറിയാം സ്പാനിങ് സെറ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഒരു ബേസിസ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ സ്പാനിങ് സെറ്റിനെ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ പിക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കുക. രണ്ട് എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ എന്ത് നോക്കിയാൽ മതി? അത് മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ അല്ലയോ നോക്കുക. ഓക്കെ, ഇതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലല്ലോ, നമുക്ക് ക്ലിയർ ആയിട്ടും അറിയാം. അപ്പം മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ദെയർഫോർ കേർണൽ ഓഫ് എഫിൻ്റെ അകത്തെ ഇത് സ്പാനും ചെയ്യും, അതുപോലെ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു എലമെൻറ്റ്സ്, ഇതിൻ്റെ ആ സെറ്റ് കേർണൽ എഫിൻ്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ബേസിസ് ഓഫ് കേർണൽ ഓഫ് എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ -2 0 1 1 0 0 1 0 0 0. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഒരു ഫംഗ്ഷൻ്റെ ഇമേജിൻ്റെയും കേർണലിൻ്റെയും ബേസിസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 6.17. Let f from R2 of x to R3 of x be given by f of p of x equal to x square dp of x. Prove that f is linear and determine basis for image f and kernel of f. ഓക്കെ, ഇവിടെ നമുക്ക് ഇമേജിൻ്റെയും കേർണലിൻ്റെയും ബേസിസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്കത് ഒരു ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of p of x equal to x square into dp of x. ഓക്കെ, ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം, പെട്ടെന്ന് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് f of p of x plus q of x which is equal to f of p plus q of x. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ പിയുടെ സ്ഥാനത്ത് പി പ്ലസ് ക്യൂ വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി പ്ലസ് ക്യൂ ഓഫ് എക്സ്. നമുക്കറിയാം രണ്ട് പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് ചെയ്യാം? അതിൻ്റെ ഓരോന്നിനെയും കണ്ടിട്ട് സം ചെയ്താലും മതിയല്ലോ, ഡെറിവേറ്റീവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഓഫ് പി പ്ലസ് ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഓഫ് പി ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് ക്യൂ ഓഫ് എക്സ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് പി ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് ക്യൂ ഓഫ് എക്സ്. ഇനി ഇതെന്താണ്? എഫ് ഓഫ് പി ഓഫ് എക്സ് ആണ്, ഇത് എഫ് ഓഫ് ക്യൂ ഓഫ് എക്സ് ആണ്. ദെയർഫോർ ലീനിയറിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നെക്സ്റ്റ് ഈസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടീഷൻ നോക്കുന്നു. എഫ് ഓഫ് ലാംഡ ഇൻറ്റു പി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ ഇൻറ്റു പി ഓഫ് എക്സ്.
ഡെറിവേറ്റീവിൻ്റെ അകത്ത് ഇതൊരു ലാംഡ സ്കെയിലാറാണ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ഡി പി ഓഫ് എക്സ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ലാംഡ ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതി. എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ഇതെന്താണ്, എഫ് ഓഫ് പി ഓഫ് എക്സ് ആണ്. ദെയർഫോർ ലീനിയർ ആകാനുള്ള രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ദെയർഫോർ ഇറ്റ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇനി എന്താണ്, നമുക്ക് അവിടുത്തെ ഇമേജും കേർണലും കണ്ടുപിടിക്കണം, അതിൻ്റെ ബേസിസും കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി ഓഫ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ ടു ഓഫ് എക്സ്. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ് ഇമേജ്. ഓക്കെ, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി ഓഫ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് എലമെൻറ്റ് എവിടുത്തെ എലമെൻറ്റാണ്, നമ്മുടെ ഡിപ്പാച്ചർ സ്പേസ് ആർ ടു ഓഫ് എക്സിലെ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എഴുതി. ഇനി എന്താണ്, ആ പി ഓഫ് എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഹാവിങ് ഡിഗ്രി മോസ്റ്റ് ടു വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് ആർ ടു ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പോളിനോമിയലായിട്ട് എഴുതി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എ ഐ ബിലോങ്സ് ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, എ വൺ പ്ലസ് ടു എ ടു എക്സ് സച്ച് ദാറ്റ് എ ഐ ബിലോങ്സ് ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ വൺ എക്സ് സ്ക്വയർ പ്ലസ് ടു എ ടു എക്സ് ക്യൂബ് സച്ച് ദാറ്റ് എ ഐ ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, എക്സ് സ്ക്വയറും എക്സ് ക്യൂബും സ്പാൻ ചെയ്യുന്ന കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണല്ലോ ഇമേജ് എഫിലെ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇമേജ് എഫിനെ നമുക്ക് സ്പാൻ ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്പാനിങ് സെറ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എന്താക്കി മാറ്റാം, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാക്കി മാറ്റാം. അപ്പോൾ അതൊരു ബേസിസ് ആകും. ഓക്കെ, ഇനി നോക്കുന്നു, എക്സ് സ്ക്വയറും എക്സ് ക്യൂബും എന്താ, അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ് അല്ലേ, എക്സ് സ്ക്വയറും എക്സ് ക്യൂബും. ഓക്കെ, അതായത് എക്സ് സ്ക്വയറിനെ ഏതെങ്കിലും സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് കിട്ടുമോ, ഇല്ലല്ലോ. ഓക്കെ, ദെയർഫോർ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ദെയർഫോർ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, ഇമേജ് എഫിനെ സ്പാനും ചെയ്യുന്നു. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് അതിൻ്റെ ഇമേജ് എഫിൻ്റെ ബേസിസ് എന്ത് തന്നെയാണ്, എക്സ് സ്ക്വയർ കോമ എക്സ് ക്യൂബാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കേർണൽ ഓഫ് എഫ് കണ്ടുപിടിക്കണം. കേർണൽ ഓഫ് എഫ് ഇസ് ദി കളക്ഷൻ ഓഫ് ഓൾ പി ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ ടു ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡി പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെയല്ലേ. ഓക്കെ, നെക്സ്റ്റ് കേർണൽ നമുക്ക് കണ്ടുപിടിക്കണം. കേർണൽ ഓഫ് എഫ് എന്താണ്, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഓൾ പി ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ ടു ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് പി ഓഫ് എക്സ് ഇക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി പി ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് എ വൺ എക്സ് സ്ക്വയർ പ്ലസ് ടു എ ടു എക്സ് ക്യൂബ്. ഓക്കെ, ദാറ്റ് ഈസ് എ വൺ എക്സ് സ്ക്വയർ പ്ലസ് ടു എ ടു എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ആർ ടു ഓഫ് എക്സിലെ എലമെൻ്റ് ആണ്. ദാറ്റ് ഈസ് എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ. ഓക്കെ, നമുക്ക് ഈ സീറോനെ എങ്ങനെ എഴുതാം, 0 എക്സ് സ്ക്വയർ പ്ലസ് 0 എക്സ് ക്യൂബ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ എന്താ, ലെഫ്റ്റ് സൈഡ് ഒരു പോളിനോമിയലാണ്, റൈറ്റ് സൈഡ് ഒരു 0 പോളിനോമിയലാണ്. അപ്പോൾ രണ്ട് പോളിനോമിയൽസ് സെയിം ആണെങ്കിൽ നമുക്ക് അവിടുത്തെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ വൺ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പം 2a2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2a2 0 ആണെങ്കിൽ എന്തായിരിക്കണം, a2 0 ആയിരിക്കണം. ഓക്കെ, അപ്പം a1ഉം a2ഉം 0 ആണ്. അപ്പോൾ എന്താ, ഈ രണ്ട് ടേംസ് പോകും. ബാക്കി എന്താ വരും, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എ നോട്ട് സച്ച് ദാറ്റ് അവിടുത്തെ കോഎഫിഷ്യൻസ് എല്ലാം ആറിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, എ നോട്ട് ബിലോങ്സ് ടു ആർ. ദെയർഫോർ കേർണൽ എന്താണെന്ന് കിട്ടി, ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 6.18. Consider the subspace A of R4 given by A is equal to the set of all x0 z0 such that xz belongs to R. Determine linear mappings f comma g such that f comma g from R4 to R4 such that image of f is equal to A and kernel of g is equal to A.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഫങ്ഷൻസ് മാപ്പിങ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സച്ച് ദാറ്റ് എന്താണ്, ഇമേജ് എഫ് എ ആയിട്ടുള്ള ഒരു ലീനിയർ മാപ്പ് കണ്ടുപിടിക്കണം, അതുപോലെ കേർണൽ ഓഫ് ജി എ ആയിട്ടുള്ള വേറൊരു മാപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇമേജ് എഫ് എ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, R4 നിന്ന് R4ലേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യത്തില്ലേ നോക്കിയേ, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ടി ഈസ് ഈക്വൽ ടു ഇമേജ് എന്താണെന്ന് നോക്കിയേ, ഇമേജ് എന്താ, x0 z0. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എടുത്താൽ പോരെ, x0 z0. ഓക്കെ, നമ്മൾ എഫ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ടി ആയിട്ട് x0 z0 എന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഈ എഫിൻ്റെ ഇമേജ് എന്താണ്, ദ കളക്ഷൻ ഓഫ് ഓൾ x0 z0 സച്ച് ദാറ്റ് xz ബിലോങ്സ് ടു R. ഓക്കെ, അപ്പോൾ നമുക്ക് എ തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇമേജ് ഓഫ് എഫ് എ കിട്ടുന്ന രീതിയിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത എഫ്. ഓക്കെ, ഇനി കേർണൽ ഓഫ് ജി ഇസിക്കൽ ടു എ കിട്ടുന്ന രീതിയിലുള്ള ഒരു ജി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നോക്കിയേ, ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കിയേ, ജി ഓഫ് എക്സ് വൈ ഇസഡ് ടി ഈസ് ഈക്വൽ ടു 0 y 0 t. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഈ ജിയുടെ കേർണൽ ഇതാണോ കിട്ടണേന്ന് നോക്കിയേ. ജിയുടെ കേർണൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, കേർണൽ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജസ്റ്റ് ദ കളക്ഷൻ ഓഫ് ഓൾ എക്സ് വൈ ഇസഡ് ടി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ടി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് 0 y 0 t ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, y 0 ആയിരിക്കണം. ഓക്കെ, ഈ 0 എന്ന് പറഞ്ഞാൽ എന്താ, R4ലെ 0 ആണ്, ദാറ്റ് ഈസ് 0 0 0 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഓരോ കോഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y ഈക്വൽ ടു 0 ആണ്, t ഈക്വൽ ടു 0 ആണ്. ഓക്കെ, കേർണൽ ഓഫ് ജി എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് y 0 ആയിരിക്കണം, ഇസഡ് ടിയും 0 ആയിരിക്കണം, സച്ച് ദാറ്റ് എക്സ് കോമ ഇസഡ് ബിലോങ്സ് ടു R. ഓക്കെ, അപ്പോൾ ഇതെല്ലായിരുന്നു എ എന്ന് നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ x0 z0 സച്ച് ദാറ്റ് xz ബിലോങ്സ് ടു R. അതല്ലായിരുന്നു നമ്മുടെ എ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജി ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുമ്പം നമുക്ക് ജിയുടെ കേർണലായിട്ട് ഈ എ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ജി ആയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എടുത്താൽ മതി. ഓക്കെ, ക്ലിയർ.